പലസ്തീൻ രാഷ്ട്രം എന്ന ആശയം നടപ്പിലാകില്ലെന്ന് ആവർത്തിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീൻ രാഷ്ട്രത്തെ ബ്രിട്ടൻ ഔദ്യോഗികമായി അംഗീകരിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പലസ്തീനെ അംഗീകരിക്കുന്നത് വഴി ആ രാജ്യങ്ങൾ ഭീകരതയ്ക്ക് വലിയ പിന്തുണ നൽകുകയാണ് എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. വിഷയത്തിൽ UN ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ശക്തമായി പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ആ പ്രതികരണം കാണാം. אנחנו נצטרך להיאבק גם באו"ם וגם בכל הזירות האחרות מול התעמולה השקרית נגדנו והקריאות להקמת מדינה פלסטינית שתסכן את קיומנו ותהווה פרס אבסורדי לטרור. הקהילה הבינלאומית תשמע מאיתנו בעניין הזה בימים הקרובים. സംഘർഷങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇസ്രയേൽ പലസ്തീൻ ഇരട്ട രാഷ്ട്ര ആശയത്തെ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെ നിലപാട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസാണ് ചേരുന്നത്. ഐസൺ, ആരൊക്കെ അംഗീകരിച്ചാലും ഇസ്രയേൽ നിലപാട് കടുപ്പിക്കുകയാണ്. പലസ്തീൻ അങ്ങനെ ഒരു രാഷ്ട്രം വേണ്ട. ഇത് തന്നെയാണ് ഇസ്രയേലിന്റെ ഒരു നിലപാട്. ഇനി എങ്ങനെയാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോവുക? തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുന്നതനുസരിച്ച് അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ശക്തമായ നിലപാടുമായി പോരാടും. അതായത് നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നത് ഇസ്രയേലിന്റെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളിലെയോ നിയന്ത്രണത്തിലില്ലാത്ത ഒരു സ്വതന്ത്ര സംവിധാനത്തെ ഗാസയുടെ നിയന്ത്രണം ഏൽപ്പിക്കണം, അത് വെസ്റ്റ് ബാങ്കിൽ അധികാരത്തിലിരിക്കുന്ന പാലസ്തീൻ ഭരണകൂടത്തെ ഏൽപ്പിക്കുക സാധ്യമല്ലെന്നും ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഗാസയെ നിലനിർത്തേണ്ട ഒരു ഭാഗമല്ല പാലസ്തീനും എന്ന നിലപാടാണ് ഇസ്രയേൽ നേരത്തെ തന്നെ സ്വീകരിക്കുന്നത്. അത്തരത്തിൽ ഹമാസിനെ ഉൾപ്പെടെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ ഹമാസിനുൾപ്പെടെ അത് അനുകൂല ഘടകമായി മാറുമെന്ന നിലപാടാണ് നേരത്തെ തന്നെ അറിയിച്ചത്. ഈ വിഷയത്തിൽ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര ഫോറങ്ങളിലും അതുപോലെ തന്നെ ഉഭയകക്ഷി ബന്ധങ്ങൾ നടക്കുന്ന ചർച്ചകളിലും കാര്യമായ പോരാട്ടം നടത്തും, അല്ലെങ്കിൽ നിലപാട് സ്വീകരിച്ച് ചർച്ചകളിലേക്ക് നീങ്ങുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടിനെ ഉണ്ട് താനും. ഇന്നലെ നടന്ന സംഭവ വികാസങ്ങൾ, അതായത് ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ഫ്രാൻസ് ഒഴികെയുള്ള നിരവധി പോർച്ചുഗൽ, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇനി ഫ്രാൻസ് അംഗീകരിക്കാനിരിക്കുന്നു പാലസ്തീൻ രാഷ്ട്രത്തെ. അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇന്നലെ കെയർ സ്റ്റാമർ അംഗീകരിച്ചതാണ് അവസാനമുണ്ടായ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം. അത്തരത്തിലുള്ളൊരു നീക്കം നടന്നപ്പോഴാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നിലപാടുണ്ടായിരിക്കുന്നത്. എന്നാൽ ഇരട്ട രാഷ്ട്രവാദം, അതായത് ഇസ്രയേൽ, പാലസ്തീൻ എന്ന രണ്ട് രാഷ്ട്രങ്ങളും വെസ്റ്റ് ബാങ്കിലും ഗാസയിലും പാലസ്തീൻ അതോറിറ്റിയുടെ അധികാരവുമാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വരാനിരിക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം എടുക്കാനും അത്തരത്തിൽ ഉന്നത തല യോഗത്തിൽ ഔദ്യോഗിക തീരുമാനം നടപ്പാക്കാനുമുള്ള നീക്കമാണ് ഈ പാലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഇതിനെ എതിർക്കുമെന്ന നിലപാട് അതേ യോഗത്തിൽ തന്നെ സ്വീകരിക്കുകയാണ് ഇസ്രയേലിന്റെ നീക്കം. അത് തീർച്ചയായും അമേരിക്കയുടെ പിന്തുണയും അക്കാര്യത്തിലുണ്ടാകും. നേരത്തെ നടന്ന ഇത് സംബന്ധിച്ച ഒരു അനൌദ്യോഗികമായ യോഗത്തിൽ, അതായത് ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കുന്ന ഒരു കാര്യത്തിൽ, ഒരു നോൺ ബൈൻഡിംഗ് ഡിസിഷന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ 150ഓളം രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിക്കണമെന്ന നിലയിലും വോട്ട് ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കടുത്ത നിലപാടുകളുമായി ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. പലസ്തീനെതിരെ കടുത്ത നിലപാടുമായി ഇസ്രയേൽ മുന്നോട്ട് പോവുകയാണ്. സ്വതന്ത്ര രാഷ്ട്രം അത് സാധ്യമാകില്ല എന്ന് തറപ്പിച്ചു പറയുന്നുണ്ട് നെതന്യാഹു.